പ്രിയമുള്ളവരെ നമസ്കാരം. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആയോധന കലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ച പോലെ തന്നെയാണ് ആയോധന കലയുടെ വളർച്ചയും. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ പറയാറില്ലേ 5 കാലങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 5 അവസ്ഥകളും മാർഷൽ ആർട്ടിനും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ അവനെ മലന്ന് കിടന്ന് ഇതൊക്കെ കാണാനേ കഴിയുള്ളൂ. ഒരു ഇൻട്രസ്റ്റ് വരിക, മറ്റൊരാളുടെ കൂടെ പോയി കളരി കാണുക എന്നൊക്കെയുള്ളതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത് അവൻ അതിലേക്ക് മെല്ലെ മെല്ലെ ചേർന്ന് വരുന്നു. പിന്നെ അവൻ മെല്ലെ നമുക്കറിയാം ചെരിഞ്ഞ് വീണ് കമന്ന് വീണ് ഒന്ന് എഴുന്നേറ്റതിന് ഒന്ന് ഉയർന്ന് നോക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ അവൻ മെല്ലെ പിച്ച നടന്ന് അവൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ഇത് ആയി അങ്ങനെ വളർന്നു വന്ന് ഒരു യൗവന കാലഘട്ടത്തിലേക്കൊക്കെ വന്ന് പിന്നെ അവസാന വാർദ്ധക്യ കാലഘട്ടത്തിൽ പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ശാരീരികമായ വളർച്ചയ്ക്കൊപ്പം മാനസികമായ വളർച്ചകൾ അവന് സംഭവിക്കുന്നുണ്ട്. വൈകാരികപരമായ വ്യത്യാസങ്ങളും ഉണ്ട്. ആധ്യാത്മിക ഉന്നതി അതിനകത്ത് വേണം. ഈ 4 വശവും കൂടെ വരുമ്പോഴാണ് ആയോധന കല കംപ്ലീറ്റ് ആവുന്നത്. അതായത് ശാരീരികം, മാനസികം, വൈകാരികം, ആധ്യാത്മികം, ഇത്രയും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവണം, അതിൽ ഉയർച്ച ഉണ്ടാവണം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടൊരു 4 വശത്തുനിന്നും കൂടെ വരുമ്പോഴാണ് ആയോധന കല അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാ വശത്തു നിന്നുള്ള വളർച്ചയും ശരിയാവും. അപ്പോൾ ഒരു ആയോധന കല ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഒരു നല്ല ധാരണയും തീരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വളരെ സിമ്പിളായ ചില ഉദാഹരണങ്ങളോടെ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി വളർന്ന് വലുതായി പ്രായമുള്ളതാകുമ്പോൾ എത്തുന്ന പോലെ ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ ആയോധന കലയ്ക്ക് വേണം. അപ്പോൾ ഒരു കുഞ്ഞ് വളർന്ന് വലുതാകാൻ എത്ര നാളുകൾ എടുക്കും നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയാൽ ഒരാർട്ട്, അതായത് ജീവിതത്തിൽ നിങ്ങൾ എന്ന് ജനിച്ചു തുടങ്ങുന്നോ അന്ന് മുതൽ പുറകോട്ടേക്ക് ചിന്തിച്ചാൽ നമുക്കൊരു പുംബീജമാകുന്നത് പോലെ നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ അണ്ടകോശത്തിൽ കയറി കുഞ്ഞായി വളർന്നു വരുന്നത് വരെ നമ്മൾ വലിയൊരു യുദ്ധം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് നമ്മുടെ യുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ ആയോധന കലയുടെ ലെവലെന്ന് പറഞ്ഞാൽ അതാണ്. അതായത് മരിക്കുന്ന വരെ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ 2-3 ദിവസം കൊണ്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നടക്കണം എത്ര ദിവസം വേണം? ആ കുഞ്ഞൊന്ന് പ്രാപ്തിയായി സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കാൻ എത്ര ദിവസം വേണം? എത്ര നാളുകൾ വേണം? അപ്പോൾ ആയോധന കല നിങ്ങൾ പഠിക്കുന്നതായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഓരോ വശങ്ങളും വളരെ സിമ്പിളായിട്ട് വീഡിയോയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. താങ്ക് യു. അമ്മയിൽ നിന്ന് അവൻ പിറന്ന ഭൂമിയിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് അവൻ്റെ ശരീരഭാഗങ്ങൾ മെല്ലെ ചലിപ്പിച്ചു തുടങ്ങും. അത് കൂടുതൽ ഭംഗിയായി ചലിപ്പിക്കുവാൻ അവൻ നന്നായി പഠിക്കുന്നു. അവൻ കമിഴ്ന്ന് വീഴുന്നു. മെല്ലെ അവിടെ കുറച്ചേറെ സ്ട്രെച്ചിങ്ങുകളും മറ്റ് കാര്യങ്ങളുമായി അവൻ്റെ ശരീരപേശികൾക്ക് മെല്ലെ ബലം വയ്ക്കുന്നു. പുതിയ കാഴ്ചകളിലേക്ക്, കാണാപ്പുറങ്ങളിലേക്ക് അവൻ്റെ ചലനങ്ങൾ നീളുന്നു. ഭൂമിയും ആകാശവുമായി ബന്ധിക്കപ്പെടുന്നു. കാറ്റും കടലുമായും പ്രകൃതിയുമായി അവൻ ബന്ധപ്പെടുന്നു. അവൻ്റെ ഓരോ നടത്തവും ഓരോ ചുവടുവെപ്പുകളും മുന്നിലേക്കുള്ളത് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ചുവടുകൾക്ക് അവൻ പ്രാധാന്യം കൊടുക്കും. ആ പ്രാധാന്യത്തെ വേഗതയാക്കി, അഭ്യാസമാക്കി, മെയ്യാക്കി, കണ്ണാക്കി മാറ്റും. മെല്ലെ അവനവൻ്റെ കൈകൾ ശീലമാക്കിയെടുക്കുന്നു. അതിനെ നീട്ടുകൈകളായും ചലനങ്ങൾക്ക് അതിവേഗതയുള്ള കൂട്ടുകളായും മാറ്റുന്നു. അതിൽ തന്നെ ആയുധങ്ങൾ പരിശീലിക്കുന്നു. അവനങ്ങനെ മെല്ലെ അവൻ്റെ ടീനേജിലേക്ക് പ്രവേശിച്ച് അവൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടും. പിന്നീട് അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അവൻ്റെ ശ്രദ്ധ കൂടുന്നു, ബുദ്ധി കൂടുന്നു, ആധ്യാത്മികമായ ഉണർവുണ്ടാകും. അങ്ങനെ അവൻ മർമ്മപ്രയോഗങ്ങൾ പഠിക്കും. പ്രായമാകുമ്പോൾ അതാണ് മർമ്മപ്രയോഗങ്ങൾക്ക് കൊട്ട്, ചൊട്ടച്ചാൺ മുതലായവ ഉപയോഗിക്കുക. ഇതൊരു ഏകദേശ ധാരണ തരാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആയോധന കല പഠിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെ മുന്നോട്ട് നമുക്ക് ചലിക്കാം എന്നുള്ളതെല്ലാം ഇതിന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പുതിയ ചിന്ത നിങ്ങളിൽ ഉണ്ടാവട്ടെ, പുതിയൊരു തലമുറയ്ക്ക് ആ ചിന്ത പകരപ്പെടട്ടെ, നല്ലത് പഠിക്കട്ടെ ആൾക്കാർ, അല്ലാത്തതിനെയൊക്കെ ആൾക്കാർ തിരിച്ചറിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.